ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു ഉണ്ണിയപ്പം കഴിച്ചിട്ടായിരുന്നു നമ്മുടെ യാത്ര കഴിഞ്ഞത്. ഇതേ ഉണ്ണിയപ്പം കഴിച്ചിട്ട് നേരെ വെച്ച് പിടിച്ചിട്ടുള്ളത് തിരുനെല്ലി അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്കാട്ടാ. തിരുനെല്ലി അമ്പലത്തിലേക്ക് കയറാനല്ല, അതിന് തൊട്ടടുത്തായിട്ടൊരു കാഴ്ച കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. മിക്ക സമയത്തും നമ്മൾ വയനാട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട്. എന്നും കണ്ട തന്നെയാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖമല്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കാഴ്ചകളിലേക്ക് പോയത്. അപ്പം നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം ഒന്ന് നടക്കണം. നമ്മൾ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം. മറ്റുള്ള ഏതൊരു വെള്ളച്ചാട്ടം കാണാൻ പോയി കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാരനെ കൊണ്ട് തിരക്കായിരിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊന്നും കാണാനോ ശരിക്കും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ബഹളം തന്നെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. നമ്മൾ മാത്രം നമുക്ക് ഇഷ്ടമുള്ള അത്രയും എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ഏരിയ. ചുറ്റോട് ചുറ്റിനും കാടും ഈ ഒരു വെള്ളച്ചാട്ടം, കുറേ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മൾ കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഓരോ പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാവില്ലേ? അങ്ങനെ കിട്ടിയ പണിയായിരുന്നു. ചെരുപ്പിലും ഡ്രസ്സിലൊക്കെ അട്ട കയറാൻ തുടങ്ങി. കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഫുള്ളും അട്ടകളാണ്. ഈ ഒരു കല്ലിൻ്റെ പരിസരത്തൊക്കെ നിറച്ചുണ്ട്. അപ്പോൾ ഒന്നിനെ ഓടിപ്പിച്ച് വിടുമ്പോഴത്തേക്കും അടുത്തത് കയറും. അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ തീയൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് ഇത് പെട്ടെന്ന് പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനത്തതൊന്നുമില്ല. ഇവൻ കൈ വെച്ചെടുത്ത് കല്ലിൽ വെച്ചിട്ട് ഉരച്ചിട്ടൊക്കെ അതിനിങ്ങനെ കൊല്ലുന്നുണ്ട്.
അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു. അപ്പോൾ ഈ ഒരു വെള്ളം വരുന്ന ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു പാടം, അതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു പറമ്പും, അവിടെ കുറേ ആടുകളെ മേയ്ക്കാനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് നമ്മളിതേ വീണ്ടും അങ്ങോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നവർക്ക് ഇത് ബെസ്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും. നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് ടെൻ്റൊക്കെ അടിച്ച് ഒരു സൈഡിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് കളിക്കാനും അതിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം. തിരുനെല്ലി ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ഈ ഒരു സ്ഥലത്തൊന്ന് വന്ന് നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തിനോട് ബായ് പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ. പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെയും കാത്തൊരാളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരൊറ്റക്കൊമ്പൻ. ഇനി ഞാൻ നേരെ നാട്ടിലേക്കാണ്, എനിക്കിനി അടുത്തൊന്നും ഈ കാഴ്ച കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടെ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭയങ്കര സൈലൻ്റ് ആയതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങാനും കുറച്ച് വയലൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ അവിടുന്ന് വണ്ടി വിട്ടു എന്ന് ചോദിച്ചാൽ മതി. അപ്പം അങ്ങനെ ആനേനെയും കണ്ട് നമ്മൾ നേരെ വിടുകയാണ്. നമ്മുടെ വയനാടൻ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ് കേട്ടോ. ഇനി പുതിയ സ്ഥലത്തേക്ക് നമുക്ക് പോവാം. പുതിയ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.